മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 556 പുരുഷ വോട്ടർമാരും 738 സ്ത്രീ വോട്ടർമാരുമടക്കം 1294 വോട്ടർമാരുള്ള 20ാം വാർഡായ ഷൺമുഖം കനാൽ വാർഡ് ജനറൽ വിഭാഗത്തിൽപ്പെടുന്നു. വടക്ക് കോട്ട മൂന്നുപിടിക റോഡിൽ കാക്കത്തുരുത്തിക്ക് പോകുന്ന വഴി സൂര്യ റോഡ് മുതൽ കിഴക്കോട്ട് കനാൽപാലം റോഡ് വരെയും കിഴക്ക് കനാൽപാലം റോഡ് വഴി തെക്കോട്ട് നീങ്ങി മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് വഴി ഗുരുമന്ദിർ റോഡ് വഴി ഷൺമുഖം കനാൽ റോഡ് വഴി സ്തംഭത്തിന് തെക്ക് വശത്തുള്ള റോഡ് പാച്ചേരി മൂല വരെയും തെക്ക് പാച്ചേരി മൂല മുതൽ പടിഞ്ഞാറോട്ട് വെസ്റ്റ് കോമ്പാറ റോട്ടിൽ വേലൂക്കര പഞ്ചായത്ത് അതിർത്തി വഴി പടിഞ്ഞാറോട്ട് പെരുവെള്ളിപ്പാടം വേലൂക്കര പഞ്ചായത്ത് അതിർത്തി വരെയും പടിഞ്ഞാറ് പെരുവെള്ളിപ്പാടത്തിൽ നിന്നും വടക്കോട്ട് കനാൽ വഴി പടിഞ്ഞാറോട്ട് നീങ്ങി ഭാവി കലാസമിതിക്ക് സമീപമുള്ള പാലം വഴി വടക്കോട്ട് നീങ്ങി പാടം വഴി സൂര്യ റോഡ് വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി ദാസൻ വെട്ടത്ത്, LDF സ്ഥാനാർത്ഥിയായി രാജേഷ് KM, UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് VC വർഗീസ് എന്നിവരാണ് ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി 25 വർഷമായി കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്നത്. ഇവിടെ യാതൊരു വികസനവും ഇന്ന് വരെ നടന്നു വന്നിട്ടില്ല. നമ്മുടെ ഇനി ഒരു 5 കൊല്ലം കൂടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു ഇവിടെ ഹൈടെക് റോഡാക്കും, പൂങ്കാവനമാക്കും. അതൊക്കെയാണ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ കൊടുക്കുന്നത്. ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം വെറും പൊള്ളയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. BJPക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10-30 കൊല്ലമായിട്ട് സേവന പ്രവർത്തനത്തിൻ്റെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു 15 കൊല്ലത്തെ ഈ 20ാം വാർഡിലെ സംഭവങ്ങൾ എനിക്കറിയാം. അവിടെ കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്, കുറേ വീടുകൾക്കും പ്രശ്നമാണ്. ഇതൊന്നും അവിടെ നിറവേറ്റി 2 കൂട്ടരും കൊടുത്തില്ല. അപ്പോൾ 2 കൂട്ടരും ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഒരു വികസന കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട്, രാജീവ് ചന്ദ്രശേഖർജി ഉണ്ട്, സുരേഷ് ഗോപി നമുക്ക് MP ഉണ്ട്. ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ഭരണം BJPയുടെ കയ്യിലേക്ക് എത്തിക്കുകയാണെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ ഇവിടെ ഒരു മാറ്റം, 1 കൊല്ലം വേണ്ട 6 മാസത്തിനുള്ളിൽ ഒരു മാറ്റം വരുന്നു എനിക്ക് ഉറപ്പുണ്ട്. ഈ വാർഡിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കുടിവെള്ളം ഞാൻ ഫസ്റ്റായിട്ട് ഇവിടെ എത്തിക്കും, അത് ഞാൻ എല്ലാവരോടും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെത്തട്ടിലാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം, റോഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ വികസനമായ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ഈ വാർഡിൽ വയ്ക്കാനുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, റോഡും കുടിവെള്ളം, അതന്നെ പ്രധാനപ്പെട്ട മുൻ നടക്കുന്ന കാര്യങ്ങൾ. ഇരിഞ്ഞാലക്കുട UDFകാർക്ക് ഇത്തവണ വോട്ട് ചോദിക്കാനായിട്ട് ഒരു വികസന പ്രവർത്തനവും ഈ ഇരിഞ്ഞാലക്കുടയിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. അവർ നമ്മുടെ കുടിവെള്ള പദ്ധതി ആയാലും അതുപോലെ തന്നെ റോഡുകളുടെ ശോചനാവസ്ഥയായാലും ബൈപ്പാസ് റോഡ് 25 വർഷം മുമ്പ് ഏറ്റെടുത്ത് നല്ല രീതിയിൽ വരേണ്ട ഒരു ബൈപ്പാസ് റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. കുണ്ടും കുഴിയായിട്ടൊരു റോഡാണ്. പലതവണ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ പല പ്രക്ഷോഭ സമരങ്ങളും നടത്തിയിട്ട് പോലും അത് നല്ല രീതിയിൽ ഒരു സഞ്ചാരയോഗ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തന്നെ അതുപോലെ തന്നെ ഒരു ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ മറ്റെല്ലാ ചെറിയ പഞ്ചായത്തുകളിൽ പോലും നമുക്ക് ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ പോലും ആധുനിക രീതിയിലെ ക്രിമിറ്റോറിയങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അത് മാത്രം ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനിക രീതിയിലുള്ള സംസ്ഥാന സർക്കാർ ഫണ്ട് കൊടുത്തിട്ട് പോലും അത് കൃത്യമായി നടപ്പിലാക്കാൻ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ അവർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറവുശാലയുടെ അവസ്ഥ, അറവുശാല പൂട്ടിയിട്ട് വർഷങ്ങളായി. ഇത്രയും വർഷമായിട്ട് കിഫ്ബിന്ന് ഫണ്ട് അനുവദിച്ചിട്ട് പോലും അത് നടപ്പിലാക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ അവർക്ക് അതുപോലെ സാധിച്ചിട്ടില്ല. ഇവിടെ വന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അരുണമാഷ് തുടങ്ങി വെച്ചതും അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു ടീച്ചർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ. മറ്റു വിഷയങ്ങൾ പ്രാദേശിക വിഷയങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ കുടിവെള്ള വിഷയമുണ്ട്. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ ഒരുപാട് ടൂറിസം സംവിധാനമുണ്ട്. പക്ഷേ അതിനെ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഭൂപടത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് യാതൊരു ശ്രമവുമില്ല. നമുക്കറിയാം നമ്മുടെ ഷൺമുഖം കനാൽ എന്ന് പറഞ്ഞാൽ ഈ വാർഡ് ഉൾപ്പെടുന്ന ഷൺമുഖം കനാൽ
നമുക്ക് അത് ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് കാട് പിടിച്ച് എന്താ പറയുക, വെള്ളം പോലും റോട്ടിൽ കൂടെ ഒഴുകുന്ന അവസ്ഥയായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തുക എന്ന പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന പെരുന്തോട്, അവിടെ ആ സൈഡിൽ സെൻറ്റ് ജോസഫിൻ്റെ ഇപ്പുറത്തുള്ള ബണ്ടിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ബണ്ടിൽ കൂടെ ആ തോട് നവീകരിക്കുന്ന രീതി 25 ലക്ഷം രൂപ വകയിരുത്തി പണി ആരംഭിച്ചിട്ട് 100 മീറ്റർ മാത്രമാണ് പണി പൂർത്തീകരിച്ചത്. ബാക്കി പണി അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അവിടെ അത്രന്തേലും നിന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ ഭരണാധികാരികൾ മറുപടി പറയേണ്ടത്. കാരണം ആ സൈഡിൽ താമസിക്കുന്ന ആളുകളുടെ ശോചനീയാവസ്ഥ ഞാൻ മഴക്കാലത്ത് വെള്ളം തോട്ടിൽ കെട്ടിയിട്ട് അവരുടെ വീടുകളിലേക്കും ക്ലോസറ്റിലേക്കൊക്കെ കയറുന്ന ദയനീയമായ ഒരു അവസ്ഥയുണ്ട്. മഴക്കാലമായി അവിടെ താമസിക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ വാർഡിൽ തന്നെ പ്രത്യേകിച്ച് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. 8-9 ദിവസം എത്തിയിട്ടാണ് കുടിവെള്ള വരുന്നത് തന്നെ. അത് വർഷങ്ങൾക്ക് മുമ്പ് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് 2 കുടിവെള്ള പദ്ധതി അവിടെ നടപ്പിലാക്കി. നല്ല രീതിയിൽ 8 മുറിയിലും കനാലിൻ്റെ ചെട്ടിപ്പറമ്പിലേക്ക് പോകുന്ന വഴിയിൽ നല്ല ടാങ്ക് കെട്ടി 100-300 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുത്തിരുന്നൊരു പദ്ധതിയായിരുന്നു. പക്ഷേ പിന്നീട് വന്ന UDFിൻ്റെ നേതൃത്വത്തിലെ ഭരണസമിതി അതിൻ്റെ കറണ്ട് കാശ് അടയ്ക്കാൻ തയ്യാറാകാതെ കറണ്ട് അതിൻ്റെ പവർ സപ്ലൈ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അത് നശിച്ചു പോവുകയാണ്. ഇന്നത് നോക്കുകുത്തിയായിട്ട് മാറുകയാണ്. അതിനെ പുനരുജ്ജീവിച്ചുകൊണ്ട് നമ്മുടെ ആ മേഖലയിലുള്ള കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിനുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുട പട്ടണത്തിൻ്റെ നാളേറെയായി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ ഈ പട്ടണത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തനമാണ് ഈ പട്ടണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിബിംബമായി നിൽക്കുന്നത്. തുടർച്ചയുള്ള ഭരണമാണ് ഞങ്ങൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഈ പട്ടണത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തോടുള്ള ഐക്യജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഏറ്റവും വലിയ പ്രഗത്ഭനായ നേതാവ് ശ്രീ MP ജാക്സൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ജനവിധി തേടുന്നത്. നമുക്ക് ഈ പ്രാവശ്യം നമുക്കറിയാം 1-2 പ്രാവശ്യമായിട്ട് ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി ഉണ്ടെങ്കിൽ കൂടി അതൊരു ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതിയായിട്ടാണ് ഈ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള പല അപാകതകളും ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജനക്ഷേമപരമായ കാര്യങ്ങൾക്ക് അത് കോൺഗ്രസിന് ഗുണം കിട്ടുന്നുള്ള ആ ഒരു ഒറ്റ പ്രതീക്ഷ കൊണ്ട് അതിൽ BJP ആയാലും LDF ആയാലും അവരൊറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു വിരാമം ഉണ്ടാവണമെന്ന് ഉള്ള കോൺഗ്രസിൻ്റെ ഒരു താല്പര്യം കൂടി മുൻനിർത്തിയാണ് ശ്രീ MP ജാക്സൺ മുതിർന്ന നേതാവ് തന്നെ മത്സരരംഗത്തുള്ളത്. വളരെ നല്ല രീതിയിലാണ് കോൺഗ്രസിൻ്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDFും BJPയും ഒറ്റക്കെട്ടായി നമ്മുടെ പല പ്രവർത്തനങ്ങൾക്കും തുറങ്കം വെക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി പല വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ തവണത്തിലും പൂർത്തീകരിക്കാൻ നമുക്ക് ഷീ ലോഡ്ജായാലും ചാത്തമാഷ് ഹോളായാലും ഒക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ സഫീഷ്യൻ്റ് ഫണ്ട് നമുക്ക് കേരള സർക്കാരിൻ്റെ ഫണ്ട് തരുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കിവിടെ പല റോഡുകളും പൂർത്തീകരിക്കാണ്ടിരിക്കാൻ പറ്റുന്നത്. അതുപോലെ MLAയുടെ നിസ്സഹകരണമായ ഒരു സമീപനം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിക്കുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് MLAയുടെ ഒരു വലിയൊരു നിസ്സഹകരണം ഒരു മന്ത്രിയായിട്ട് കൂടിയും ആ മന്ത്രിയുടെ നിലയ്ക്കുള്ള കർത്തവ്യം നടത്താതെ ഉള്ള ഒരു പ്രവർത്തനമാണ് ശ്രീമതി ബിന്ദു ടീച്ചർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാദേശിക വിഷയം നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നേതൃത്വം മാത്രമല്ല, നമുക്ക് കേരളത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ഇതിലൊക്കെ ജനങ്ങൾക്കറിയാം. ഓരോരോ ഇവിടെ നിന്ന് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു, 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സത്വം തന്നെയാണ്. ആ സത്യത്തിൽ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സ്വർണ്ണ കവർച്ച. ഈ മണ്ഡലകാലത്തിൽ ഏറ്റവും നല്ല ഈ ഇലക്ഷൻ കാലത്ത് അവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ ശബരിമലയിലുള്ള സ്വർണ്ണക്കാഴ്ച. ശബരിമല മാത്രമല്ല, നമ്മൾ ഇന്നാൾ ഉദ്ദേശിച്ച പോലെ ഗുരുവായൂരും തുടങ്ങിയ ക്ഷേത്രത്തിലൊക്കെ ഇവർ ഭരണം വന്നതിന് ശേഷം ക്ഷേത്രങ്ങളിലുള്ള സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണത്തിലുള്ള പണം കൊള്ളയടിക്കുന്ന രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. ഇവർ കപട മതേതരവാദികളാണ്. ഈ വാർഡിൽ തെരഞ്ഞെടുപ്പിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ഞങ്ങളൊരു പെരുന്തോടുണ്ട്, അത് പൂർത്തീകരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ കൗൺസിലിൽ ഒരു 3/4 ഭാഗത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ സഫീഷ്യൻ്റ് കുറവുള്ള കാരണം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ വന്നാൽ അത് ആദ്യം പൂർത്തീകരിക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് റോഡുകളൊക്കെ ഗതാഗതം ആക്കേണ്ടതുണ്ട്. കുറച്ചും കൂടി വീതിയുള്ള റോഡുകളാക്കണം. അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ്. അതൊക്കെ ഇവിടെ നമ്മുടെ ഈ വാർഡിന് വേണ്ടി ചെയ്യും.